യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ ജയം സ്വന്തമാക്കിയ FC ബാഴ്സലോണ ഇന്ന് സ്വിസ് ടീമായ യങ് ബോയ്സിനെയാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയുടെ വിജയം. ബാഴ്സലോണയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ബാഴ്സലോണ 3 ഗോളുകൾക്ക് മുന്നിലെത്തി. 8ാം മിനിറ്റിൽ റഫീനിയയുടെ അസിസ്റ്റിൽ ലെവൻഡോസ്കിയാണ് ഗോൾ വേട്ടയ്ക്ക് ആരംഭം കുറിച്ചത്. 33ാം മിനിറ്റിൽ റഫീനിയയും ലക്ഷ്യം കണ്ടു. 37ാം മിനിറ്റിൽ പെഡ്രി എടുത്ത ഫ്രീ കിക്കിൽ നിന്ന് ഹെഡറിലൂടെ പ്രതിരോധ താരം ഇനീഗോ മാർട്ടിനസ് ബാഴ്സലോണയുടെ 3ാം ഗോളും നേടി. 2ാം പകുതിയിൽ 51ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് ഇനീഗോ നൽകിയ പന്ത് വലയിലെത്തിച്ച് ലെവൻഡോസ്കി മത്സരത്തിലെ തന്റെ 2ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. തുടർന്ന് മത്സരത്തിന് 81ാം മിനിറ്റിൽ യങ് ബോയ്സ് നായകൻ കമാരയുടെ സെൽഫ് ഗോൾ ബാഴ്സയുടെ ഗോൾ പട്ടികയിലെത്തി. റഫീനിയാണ് കളിയിലെ താരം. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 70% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 21 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 668 പാസുകൾ 91% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 5 ഷോട്ടുകൾ മാത്രമാണ് യങ് ബോയ്സിന് തൊടുക്കാനായത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. ഇന്നത്തെ ജയത്തോടെ ബാഴ്സലോണയ്ക്ക് 2 കളികളിൽ നിന്ന് 3 പോയിന്റായി. ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കാണ് ബാഴ്സലോണയുടെ അടുത്ത എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.